നിന്റെ പുതിയ സ്കെച്ച് ബുക്ക് നോക്കണ വീഡിയോ ആയാലോ? നിന്റെ കയ്യിലുള്ള സ്കെച്ച് ബുക്ക് ഒക്കെ തീർന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ ഒന്നും അങ്ങനെ വിചാരിച്ചത്, പക്ഷേ ഒന്ന് നോക്കിയാൽ ലാസ്റ്റ് പിന്നെ വാങ്ങിയപ്പോൾ മൂന്നെണ്ണൊക്കെ വാങ്ങിക്കണം. വേറെ കാര്യം ഇല്ല, ഫസ്റ്റിലുള്ളത് A6 സൈസിലുള്ളതാണ്. അത് നല്ല രസമുണ്ട്. എനിക്ക് അതിൻ്റെ കവർ പേജ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. പക്ഷേ ഉള്ളിലെ പേജും നല്ല ക്വാളിറ്റിയുള്ള പേജാണ്. കുഴപ്പമില്ലാത്ത എല്ലാം ചെയ്യാൻ പറ്റിയ ടൈപ്പ് പേജാണ്. പിന്നെ A5 സൈസിൽ നമ്മൾ സാധാ ഡോംസിൻ്റെ സ്കെച്ച് ബുക്കാണ് വാങ്ങിക്കുന്നത്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഏറെക്കുറെ എല്ലാവരുടെ അടുത്തുണ്ടാകുന്ന സാധനമാണ്, ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു ബുക്ക് വാങ്ങിച്ചത് ജേണലിങ്ങിന് പറ്റിയ ടൈപ്പ് ബുക്കാണ്. പക്ഷേ ഞാൻ ജേണലിങ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചില്ല. ജേണലിങ്ങിനായിട്ട് ഞാൻ വേറെ ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അതും ലൈനുള്ള ഇതേപോലത്തെ ബുക്ക് തന്നെയാണ്. അതിൽ ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒരു ചിത്രം അങ്ങനെ വരച്ചു നോക്കി. ഇങ്ങനെ ആ ഗേളിൻ്റെ ചിത്രമുള്ളത് അതെനിക്ക് വരച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ലൈനിലെ ചിത്രം വെച്ചിട്ട് നല്ല രസമായിട്ട് എന്നിട്ട് ഒരു കോഴ്സ് ഒക്കെ എഴുതിയിട്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി വേറെ സെപ്പറേറ്റ് ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ടൊരു ബുക്ക് വാങ്ങിയാലോ. അങ്ങനെ ഈ സ്കെച്ച് ബുക്ക് തപ്പിയപ്പോഴാണ് എനിക്ക് ഈ ഒരു ബുക്കിൻ്റെ കവർ പേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെൽഫ് ലവ് ഈസ് ദ ബെസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കോട്ടൊക്കെ കൂടി അപ്പോൾ ഭയങ്കര ഇഷ്ടമായി ആ ഒരു പേജ്. എനിക്ക് നല്ല ഇഷ്ടമായി ആ ബുക്ക്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, എനിക്ക് ഡ്രാമാസ് കാണുന്ന സ്വഭാവമുണ്ട്. അപ്പം ഡ്രാമാസിൻ്റെ എന്തെങ്കിലും ഇങ്ങനെ കാർട്ടൂൺ ടൈപ്പ് ഡ്രോയിങ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഡയലോഗ് എഴുതി അങ്ങനെ ആക്കണോ, അതോ ഇങ്ങനെ കേളി ആയിട്ടുള്ള ടൈപ്പ് ഡ്രോയിങ് ചെയ്യണോ എന്നുള്ള ഡൗട്ടിലാണ്. അപ്പോൾ ഏതാ ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഈ ബുക്കൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ കണ്ടിട്ട് തന്നെ ന്യൂണെന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. നാട്ടിലെ ആമസോണിലായാലും ഈ ബുക്കൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബുക്കൊക്കെ വെച്ചിട്ട് കുറേ സാധനങ്ങൾ ഇനി വരും. അപ്പോൾ ഇഷ്ടമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്ബൊക്കെ ചെയ്ത് കൂട്ടാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.